ഒരു മാസം കഴിഞ്ഞ് രാവിലെ വീട്ടിലെ ഹാളിൽ ടെലിവിഷൻ ശബ്ദം. 25 വർഷമായി കുട്ടികളെ അനധികൃതമായി ദത്തെടുക്കുകയും മനുഷ്യക്കടത്തു നടത്തുകയും ചെയ്ത കേസിൽ ചാരിറ്റി ട്രസ്റ്റിന്റെ മുൻ ചെയർപേഴ്സണും സഹായിയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ടെലിവിഷൻ പതുക്കെ ഓഫ് ചെയ്തു. രാഘവ് റിമോട്ട് മേശപ്പുറത്ത് വെച്ചു. ഒരു ദീർഘനിശ്വാസം. അടുക്കളയിൽ ലക്ഷ്മിയും മീരയും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ ചിരി ആ വീട്ടിൽ വീണ്ടും കേൾക്കുകയായിരുന്നു. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീരേ, ഉപ്പൊന്ന് നോക്കണേ. മീരയും ചിരിച്ചു. ഇപ്പോഴും പഴയ ശീലം മാറിയില്ലല്ലോ ചേച്ചി. അവരുടെ ചിരി ഹാളിലിരുന്ന രാഘവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തി. അതേസമയം അനന്യ പതുക്കെ വീടിന്റെ മുൻവാതിലിലേക്ക് നടന്നു. വാതിൽ തുറന്നു. പതിവ് പോലെ അറിയാതെ അവളുടെ കണ്ണുകൾ ലെറ്റർ ബോക്സിലേക്ക് പോയി. അവൾ ഒരു നിമിഷം നിശ്ചലമായി. അതിനുള്ളിൽ കവർ. അനന്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പതുക്കെ നടന്ന് കവറെടുത്തു. ഇത്തവണ കവറിന് മുകളിൽ ഒരു പേര് മാത്രം, അനന്യ. അവൾ പതുക്കെ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു കത്ത്. അവൾ വായിക്കാൻ തുടങ്ങി. മോളെ, ഈ കത്ത് ഞാൻ നേരിട്ട് നിന്റെ കയ്യിൽ തരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് എപ്പോഴായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഓരോ ചുവടിനും, ഓരോ പ്രതീക്ഷയ്ക്കും, ഓരോ തകർച്ചയ്ക്കും നിനക്കായി ഞാൻ ഒരുപാട് കത്തുകൾ എഴുതി. അവ നിന്നെ വഴി കാണിക്കാനല്ല, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു. എനിക്ക് നിന്നോടൊപ്പം നടക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്റെ വാക്കുകൾ നിനക്കൊപ്പം നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് നീ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കിനി കത്തുകൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഞാൻ നിന്റെ കൂടെയുണ്ട്. അച്ഛൻ. അനന്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പതുക്കെ ഒഴുകി. അവൾ കത്ത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. പതുക്കെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. വാതിലിനരികിൽ രാഘവ്. അവന്റെ അരികിൽ ലക്ഷ്മി, മീര. മൂവരും പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. അനന്യ കണ്ണുനീർ തുടച്ചു. ആദ്യമായി ഒരു പുഞ്ചിരിയോടെ അവരിലേക്ക് നടന്നു. പക്ഷേ വാതിൽ കടക്കുന്നതിനു മുമ്പ് അവൾ ഒരിക്കൽ കൂടി ആകാശത്തേക്ക് നോക്കി. വളരെ പതുക്കെ പറഞ്ഞു, ഇനി എന്റെ ജോലി തീർന്നിട്ടില്ല. രാഘവ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ മോളെ? അനന്യ കത്ത് മുറുകെ പിടിച്ചു. ആ കുട്ടികൾ അവരെവിടെയാണെന്ന് കണ്ടെത്തണം. ആരും ഒരിക്കലും കണ്ടെത്താത്തവർ ഞാൻ കണ്ടെത്തും. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. രാഘവ് അഭിമാനത്തോടെ ചിരിച്ചു. ലക്ഷ്മി അനന്യയുടെ തോളിൽ കൈവച്ചു. വീട്ടുവാതിൽ പതുക്കെ അടഞ്ഞു. മേശപ്പുറത്ത് ആ അവസാന കത്ത്.